പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ അനേക മക്കൾ ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹത്തിലും വളർന്നു വരുന്നതിനോർത്തും വലിയ വിടുതലുകളും സൗഖ്യങ്ങളും കിട്ടുന്നതിനോർത്തും ഈശോയുടെ സന്നിധിയിൽ 1000 നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ അനേകരുടെ പ്രാർത്ഥനയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വട്ടായച്ചനോടുള്ള ആ ഒരു സ്നേഹമാണത്. അച്ഛൻ തുടങ്ങി വെച്ച ഈ ശുശ്രൂഷ അത് ഇപ്പോഴും അച്ഛനോട് ആ സ്നേഹം നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചകളിലും ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളെല്ലാവരെയും ഈ ശുശ്രൂഷയിലൂടെ ധാരാളം അനുഗ്രഹം ലഭിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു സാക്ഷ്യം കാണാം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് ദൈവമക്കൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. ഒരു സഹോദരിയുടെ ശരീരത്തിൽ ഒരു വേദന പ്രാർത്ഥിച്ചു, പിന്നീട് കുരിശിന് വഴി ചൊല്ലി, അപ്പോൾ കിട്ടിയ അനുഗ്രഹം. അതിനുശേഷം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് റീന ജോർജ്. ഞാൻ മൂവാറ്റുപുഴ ആനിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ വലത് കാലിൻ്റെ ബോളിന് ഭയങ്കര വേദനയായിരുന്നു. ചെറുതായിട്ട് തുടങ്ങി പിന്നെ കൂടി അത് അവസാനം എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഡോക്ടർമാർ പറഞ്ഞു അവിടെ ഇഞ്ചക്ഷൻ എടുക്കണം, കിടക്കൊരു റെസ്റ്റ് വേണം, കുറച്ച് നാൾ റെസ്റ്റ് എടുത്താലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ എനിക്ക് ധ്യാനത്തിൽ വരാൻ ഭയങ്കര പാടായിരുന്നു. 2025 ഓഗസ്റ്റ് മാസത്തിലല്ലേ? ഓഗസ്റ്റ് മാസം ആദ്യ വെള്ളിയാഴ്ച വരാൻ ഭയങ്കര വിഷം. മേരി ചേച്ചി വണ്ടിക്കാണ് വരുന്നത്. മേരി ചേച്ചി എന്നോട് പറഞ്ഞു, നീ എങ്ങനെയായാലും നിന്നെ ഞാൻ എടുത്തു കൊണ്ടുപോകും, നിന്നെ സൗഖ്യപ്പെടുത്തും ഈശോ, നീ വരണം. അങ്ങനെ മേരി ചേച്ചി അവിടെ നിന്ന് കോതമംഗലം മേരി ചേച്ചി വെരി പവർഫുൾ. ആ മേരി ചേച്ചി പറഞ്ഞു, നീ എടുത്താണെങ്കിൽ നിന്നെ കൊണ്ടുപോകും, ഈശോ നിന്നോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരിക്കാനും പറ്റില്ല, എനിക്ക് നിൽക്കാനും പറ്റില്ലാത്ത അവസ്ഥ. കാലിങ്ങനെ വലത് കൈ കൊണ്ട് പൊക്കി പിടിച്ചാൽ ഞാൻ സീറ്റയിൽ ഇരുന്ന് പോകുന്നത്, എങ്ങും മുട്ടാതെ. ഒരു ഭയങ്കര വേദനയോടുകൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ സാംസലിച്ചൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് സുഖപ്പെടും എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് അത് ചിന്തിക്കാൻ പറ്റിയില്ല. അത് ഞാനെന്തായാലും മേടിച്ചു പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സുഖപ്പെടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നമുക്ക് കുരിശിൻ്റെ വഴിക്ക് പോകാം എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞു. കുരിശിൻ്റെ വഴി പോയി 7-ാം സ്ഥലം എത്തുന്നവരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 7-ാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 5, 6, 7 ഇപ്പം എൻ്റെ വലത് കാലിൻ്റെ ബോളിൻ്റെ അവിടെ ഒരു ഐസ് കട്ട വെച്ചേക്കണ മാതിരി ഒരു കട്ടിപ്പ്. കുരിശിൻ്റെ വഴിയുടെ പാതയുണ്ട്, അവിടെ പോയി ഒരു 7-ാം സ്ഥലം തൊട്ട് അങ്ങോട്ട് ഒരു അത്ഭുതം, ഒരു ഐസ് കട്ട വെച്ച പോലെ അനുഭവം. അത് കഴിഞ്ഞ് ഒരു സ്ഥലം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഐസ് കട്ട പയ്യെ ഉരുകി പോണ മാതിരി തോന്നി. എൻ്റെ കാലിനൊരു ചൂടും. ഞാൻ ഓർത്ത് കാല് വേർത്താന്ന് തപ്പി നോക്കിയപ്പോൾ ഒന്നുമില്ല. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് വേദനയില്ല,
ഞാൻ സുഖമായിട്ട് കുരിശിന്റെ വഴി പരിപൂർണ്ണ നടന്നു. ഹീലിംഗ്. കർത്താവ് കുരിശിൻ്റെ വഴിയിൽ അത്ഭുതം. പിന്നെ സാംസണിൻ്റെ വെളുപ്പിന് 3 മണി തൊട്ട് ആളുകളെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് തണുപ്പത്തും മഞ്ഞത്തും മഴയത്തൊന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചു വിടും. അപ്പോൾ കർത്താവ് ഒരു ഇത് കൊടുത്തു, ഇന്ന് സുഖപ്പെട്ടിട്ട് ഇവിടെ നിന്ന് പടിയിറങ്ങുള്ളെന്ന് പറഞ്ഞു. ഈ കോമ്പൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് സൗഖ്യം ഉണ്ടായിരിക്കും എന്ന് ഒരു പ്രോഫസി. ഹല്ലേലൂയ. കുരിശിൻ്റെ വഴിക്ക് ചെന്ന് ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് 7ാം സ്ഥലം എത്തിയത് അപ്പോൾ ഐസ് കട്ട വെച്ചതുപോലെ. ഒരു സ്ഥലം കൂടെ പോയി 8ാം സ്ഥലം തൊട്ട് ക്ലിയർ. പിന്നെ ഇതുവരെ പ്രശ്നം അത് ഇല്ലാതെ ഞാൻ മുകളിലൊക്കെ പോയി മലയിലൊക്കെ പോയി നല്ല ആരോഗ്യം, ഇതുവരെ വേദനയില്ല. പിന്നെ അങ്ങനത്തെ പ്രശ്നം അതികഠിനമായ തരത്തിലുള്ള ഒരു ശാരീരിക ക്ലേശമായിരുന്നു. അത് അത്ഭുതകരമായി ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഇതുപോലെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. നമുക്കിപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുമെന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് വലിയ കരുണ ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്കും ചൊരിയാൻ പോകുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. 2 കരങ്ങളും ഉയർത്തി, ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ സങ്കടത്തിലാണ്, ഇപ്പോൾ ഞങ്ങളുടെ രോഗത്തിലാണ്, ഇപ്പോൾ പല വിധത്തിലുള്ള തടസ്സത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നാളത്തെ ഭാവി എന്തായിരിക്കും എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. നാളത്തെ ദിനം ഞങ്ങൾക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേക അഗ്നി ശക്തമായി വ്യാപരിക്കട്ടെ. അഭിഷേകം ചൊരിയണമേ, കരമടിച്ച് അഭിഷേകം ചൊരിയണമേ, കരങ്ങളടിച്ച് ജ്വാല പോലെ ഇടി മുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ, അഗ്നിനാവുകളിൽ മേൽ പതിയണമേ, അഗ്നിനാവുകളിൽ മേൽ പതിയണമേ, കരമുയർത്തിയടിച്ച് കനിയണമേ, അഭിഷേകം ചൊരിയണമേ, ആത്മാവെ കനിയണമേ, അഭിഷേകം ചൊരിയണമേ. കരങ്ങൾ താഴ്ത്തി ഇരു സൈഡിലേക്ക് കരങ്ങളടിച്ച് എല്ലാവരും പാടി ആരാധിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം, പുത്തൻ അഭിഷേകം ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും വ്യക്തികളും വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ, ബാലിക ബാലന്മാർ, കൈക്കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്താൽ ഇപ്പോൾ നിറയട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. തിരുമുമ്പിൽ വിറയ്ക്കും മണ്ണും കരമടിച്ച് നാമത്തെ വൈരികൾക്കു വേണ്ടിപ്പെടുത്ത ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും മണ്ണും തന്റെ നാമത്തെ വൈരികൾക്കു വേണ്ടിപ്പെടുത്ത തീ ചുള്ളി കത്തും പോലെ തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ, ഈ അഭിഷേകം കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ, കരമുയർത്തിയടിച്ച് കനിയണമേ, അഭിഷേകം ചൊരിയണമേ, ആത്മാവെ കനിയണമേ, അഭിഷേകം ചൊരിയണമേ, ആത്മാവെ കനിയണമേ, അഭിഷേകം ചൊരിയണമേ, ആത്മാവെ കനിയണമേ, അഭിഷേകം ചൊരിയണമേ, ആത്മാവെ കനിയണമേ, കരങ്ങൾ വീശി അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കാം, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല 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 ഹല. എല്ലാം സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കുക. രോഗികൾ വിളിക്കുക, ബന്ധുക്കൾ വിളിക്കുക, കടബാധിതർ വിളിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ വിളിക്കുക, ഈശോയെ സ്നേഹിച്ചവർ വിളിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വിളിക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, ഓ പരിശുദ്ധാത്മാവേ,
കവിഞ്ഞൊഴുകണമേ. ശക്തമായ അഭിഷേകം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും നിറയട്ടെ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് കവിഞ്ഞൊഴുകണമേ. ഈ രാത്രിയിൽ എല്ലാ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അവിടുന്ന് തന്നെ നിങ്ങളുടെ കണ്ണുനീരും ദുഃഖങ്ങളും വേദനകളും എല്ലാം തൊട്ട് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവെ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 ശാന്തമായി കസാരകളിലൊക്കെ ഇരിക്കാം. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലോ എവിടെയാണെങ്കിൽ അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുക. അല്പസമയം നമുക്ക് വചനം കേൾക്കാം. പെട്ടെന്ന് നമ്മളുടെ ശുശ്രൂഷ അവസാനിക്കും. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിൽ വന്ന് ഇന്ന് എന്നെ സഹായിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആരായിരിക്കട്ടെ, ദൈവത്തിന് മുമ്പിൽ മുഖം നോട്ടമില്ല. അത് സംസാരത്തിനാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരാണ് ഇപ്പോൾ വചനം കേൾക്കുന്ന ആര് കർത്താവിൻ്റെ സന്നിധിയിൽ ആരെല്ലാം പോയി ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നു, അവർക്ക് കർത്താവ് തൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ധാരാളം വാരി ചൊരിയും. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാമത്തെ ലിഖിതം, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അപ്പം നമുക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ, അവിടെ യഹൂദനാണോ, ഗ്രീക്കുകാരനാണോ, ഇന്ത്യക്കാരനാണോ, കേരളത്തിലുള്ളവനാണോ, ആഫ്രിക്കക്കാരനാണോ, അമേരിക്കക്കാരനാണോ, അല്ലെങ്കിൽ പണവല്ലവനാണോ ഇല്ലാത്തവനാണെന്നല്ല, കർത്താവ് തന്നെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതിന് മേൽ, അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരോട്, തൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ സഹനങ്ങൾ തരുമ്പോൾ സ്വീകരിക്കണം, വേദന തരുമ്പോൾ സ്വീകരിക്കണം, രോഗം വരുമ്പോൾ അത് കർത്താവിൻ്റെ പദ്ധതിയും പ്ലാനുമാണെന്ന് അറിഞ്ഞ് സ്വീകരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും കാര്യം ചെയ്തു, അപ്പോൾ ഒരു തടസ്സം വന്നു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കരുത് ദൈവം എന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം എന്നെ മാത്രം കാണുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ബോധ്യമുള്ളവർ എന്ത് ചെയ്യും? അവിടുത്തെ സന്നിധിയിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കും. വീണ്ടും ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ 3-ാം അധ്യായം 26, 27, 28 ലിഖിതങ്ങൾ, ഗലേഷ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 26-28, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. കണ്ടോ? എല്ലാവരും. ഇതെല്ലാം അച്ഛൻ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗി, അല്ലെങ്കിൽ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച ഒരാൾ വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവ് ആ സഹോദരന് ചിലപ്പോൾ രോഗം കൊടുത്തതായിരിക്കാം. നമ്മൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും മുമ്പിൽ ആ കർത്താവ് പറഞ്ഞത് വിരുന്നിന് ക്ഷണിക്കുന്ന കാര്യമൊക്കെ പറയുന്നില്ലേ? അപ്പം നമ്മൾ പാവപ്പെട്ടവർ, വേദനിക്കുന്നവരൊക്കെ മുമ്പിലേക്ക് വിളിച്ചു കൊടുക്കുക. കാരണം കർത്താവിന് അവരും പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് കർത്താവ് പണക്കാരെ മാറ്റി നിർത്തുന്നില്ല, എന്ന് പറഞ്ഞ് കർത്താവ് സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ളവരെ മാറ്റി നിർത്തുന്നില്ല. ഇതെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ ആരെ കണ്ടാലും അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോൾ ശരീരം മുഴുവൻ കുഷ്ഠരോഗം വന്ന് ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ മനുഷ്യൻ
മാംസം ചീഞ്ഞ് അഴുകി ഇങ്ങനെ ഒരു ചലവൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് എന്ത് ചെയ്തു? ഫ്രാൻസിസ് അസീസി ആ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ മുഖംനോട്ടമില്ല. ഫ്രാൻസിസ് അസീസി എന്നിട്ട് ആ കുഷ്ഠരോഗിയുടെ ഓരോ പഴുത്ത് ഇറങ്ങലിച്ച ആ മുറിവിൽ ചുംബിക്കും. ഓരോ ചുംബനം കൊടുക്കുമ്പോൾ ആ മുറിവുകൾ അപ്രത്യക്ഷമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, അപ്പോൾ അവിടെ ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതുപോലെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. കർത്താവിന് സന്നിധി വന്ന് ഒരു ദൈവ പൈതൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും. മുഖം നോക്കാതെ അവിടെ അനുഗ്രഹിക്കും. അത് രോഗിയാകട്ടെ, ജോലിയില്ലാത്തവരാകട്ടെ, വിദേശത്ത് പോകാൻ പറ്റാത്തവരാകട്ടെ, മക്കളില്ലാത്തവരാകട്ടെ, കല്യാണം നടക്കാത്തവരാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും അവരുടെ മേൽ കർത്താവ് അപ്പോൾ തന്നെ സ്നേഹം ചൊരിയും, കരുണ ചൊരിയും, സൗഖ്യം പകരും. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 11-ാമത്തെ ലിഖിതം, കൊളോസ്യൻ ചാപ്റ്റർ 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കണ്ടോ? ചിലപ്പോൾ മാംസം മുങ്ങിയിട്ടുണ്ടോ? മാംസം മുങ്ങിയിട്ടില്ലേ? വിജാതീനാണോ അല്ലെങ്കിൽ സ്വജാതീനാണോ? സ്വതന്ത്രനാണോ അടിമയാണോ? ഇതൊന്നും കർത്താവ് നോട്ടമല്ല. ക്രിസ്തു എല്ലാവർക്കും ഒരുപോലെ, മുഖം നോക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം നോക്കാതെ, കഴിവ് നോക്കാതെ, പാരമ്പര്യം നോക്കാതെ. നമ്മളൊക്കെയാണ് പാരമ്പര്യം. ഒരു വിവാഹം ആലോചിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ആലോചിക്കും. ആ കുടുംബം എങ്ങനെയുണ്ട്, മക്കളെങ്ങനെയാണ്, അവരുടെ തലമുറ എങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ കിള്ളി തപ്പി പോണത്. പ്രിയ കർത്താവ് അങ്ങനെ തപ്പലില്ല. കർത്താവ് എന്താ നോക്കുന്നത്? അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കും, അവരുടെ ജീവിതത്തിലേക്ക് നോക്കും. അവൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് അവരെ അനുഗ്രഹിക്കും. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാമത്തെ ലിഖിതം, കൊളോസ്യൻ ചാപ്റ്റർ 3:12. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖംനോട്ടമില്ല. നമ്മൾ മുഖം നോക്കരുത്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദയയും സൗമ്യതയും ക്ഷമയും നമ്മൾ സ്വീകരിക്കണം. അത് നമ്മൾ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, കരുണ കാണിക്കാൻ നോക്കുക. സൗമ്യത എളിമയും കർത്താവിലുണ്ടായിരുന്ന അതേ അഭിഷേകം ഫ്രാൻസിസ് അസീസി ചെയ്തതുപോലെ നാം ചെയ്യണം. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 13-ാമത്തെ ലിഖിതം, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ സന്നിധിയിൽ മുഖം നോക്കാതെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. മുഖം നോക്കാതെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. റോമ 2:11, എന്നാൽ ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല. എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? എല്ലാവരും അനുഗ്രഹിക്കുന്നത് ഇന്ന കുടുംബമാണോ, ഇന്ന വ്യക്തിയാണോ, അവരുടെ വീട്ടിൽ വൈദികരുണ്ട്, മാർപ്പാപ്പയുടെ കുടുംബമാണ്, മെത്രാന്മാരുടെ കുടുംബമാണ്, അതൊന്നും ഈശോയ്ക്ക് അവിടെ അതൊന്നും കാര്യം. അതൊക്കെ അവർക്ക് സ്ഥാനങ്ങളുണ്ട്. ഒരു മാർപ്പാപ്പ ചെറുതല്ല, ഏറ്റവും വലിയ ആളാണ്, തിരുസഭയുടെ അധിപനാണ്, അവരുടെ കുടുംബക്കാരാണ് എന്ന് വിചാരിച്ച് നമുക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല. ഇല്ലെങ്കിൽ സാംസത്തിൻ്റെ കുടുംബക്കാരനാണ്, ശുശ്രൂഷ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വട്ടായച്ചൻ്റെ അനുഗ്രഹം കിട്ടണമെന്നില്ല. അവർ ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ചാൽ അവിടെ അഭിഷേകം കിട്ടും. പ്രിയപ്പെട്ട സൗരങ്ങളെ, സാംസച്ചൻ്റെയോ വട്ടായച്ചൻ്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള വെൻറ്റാമയുടെയോ അവരെന്ന് ക്രെഡിറ്റ് കൊണ്ടല്ല നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. മറിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നോക്കിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം സ്വീകരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുഖംനോട്ടമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തിരുസഭയിലെ ഒരു വിശുദ്ധനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലൂടെ പരിചയപ്പെട്ടതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രെ. 15 മക്കളാണ് ആ ബെനഡിക്റ്റിൻ്റെ സഹോദരന്മാരായിട്ടുള്ളത്. 15 അംഗങ്ങൾ, മക്കളായിട്ട് 15 പേരുണ്ട്. അതിലൊരാളാണ് ബെനഡിക്ട് ജോസഫ് ലാബ്രെ. ഈ ബെനഡിക്ട് ജോസഫ് ലാബ്രയുടെ അപ്പൻ ഒരു ഷോപ്പ് കീപ്പർ, ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു ഈ വിശുദ്ധൻ. 16-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് അച്ഛനാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ
അമ്മാവൻ ഒരു വൈദികനാണ്. ആ വൈദികനോട് ചെന്ന് പറയാണ്, എനിക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആ വൈദികനോട് ചെന്ന് പറഞ്ഞു. ആ വൈദികൻ ഈ കാര്യം ബെനഡിക്ട് ജോസഫ് ലാബ്രയുടെ മാതാപിതാക്കളെ അറിയിച്ചു. പക്ഷേ അവർ പറഞ്ഞു, നിൻ്റെ പ്രായമൊക്കെ ചെറുതാണ്, ഇപ്പോൾ അച്ഛനാകാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ അദ്ദേഹം വെയിറ്റ് ചെയ്തു. അപ്പോഴവിടെ ഒരു എപ്പിഡമിക് ഉണ്ടായി, ഒരു പകർച്ചവ്യാധി. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ അമ്മാവൻ്റെ കൂടി ആ പകർച്ചവ്യാധി പങ്കെടുത്ത എല്ലാവരെയും ആരും നോക്കിയില്ല, അവരെല്ലാം സഹായിക്കണം. സാമ്പത്തികമായിട്ടും അവരുടെ കൂടെ ആയിരിക്കുക, അവരെ ആശുപത്രി കൊണ്ടുപോവുക, അവരങ്ങനെ മരിച്ചവരെ സംസ്കരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവരെല്ലാം സഹായിക്കണം. അതിന് സഹായങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും അവൻ ആഗ്രഹിക്കുകയാണ്, അവൻ സെമിനാരിൽ ചേരാനുള്ള ആഗ്രഹം പലത്. അങ്ങനെ അവൻ ഒരു ട്രാപ്പിസ്റ്റ് സെമിനാരിയിൽ ചേരാൻ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവന് ആരും റെക്കമെൻഡ് ചെയ്യാനില്ല, ഒരാളും ഇവനെ സെമിനാരിൽ എടുക്കണമെന്ന് ഇല്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ സെമിനാരിൽ നിന്ന് അവനെ എടുക്കാതെ നിനക്ക് വിളിയില്ല എന്ന് പറഞ്ഞു വിടും. അങ്ങനെ അവൻ വീണ്ടും ആഗ്രഹം പോകുന്നില്ല. അപ്പോൾ അവൻ സിസ്റ്റേഴ്സിൻ സഭ, കാർത്തിക് സഭ എന്നീ 2 സഭകളിൽ ചെന്ന് യാചിക്കുക, എനിക്ക് ദൈവവിളി തരണം, എന്നെ സ്വീകരിക്കണം. അപ്പോൾ അവരവിടെ ഒരു 1-2 ആഴ്ച നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് സമൂഹ ജീവിതത്തിൻ്റെ വിളിയില്ല, അതുകൊണ്ട് നീ പൊക്കോ, ആ വിളിയില്ലാത്തതുകൊണ്ട് നീ പോവുക. അങ്ങനെ അവൻ വളരെ നിരാശയോടെ വന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, പക്ഷെ അവൻ ദൈവത്തോട് വെറുപ്പ് തോന്നിയില്ല, അവൻ ഈശോയോട് വീണ്ടും സ്നേഹം തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, അവൻ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ 3rd ഓർഡറിൽ ചേർന്നിട്ട് ഒരു തീർത്ഥാടന സഭ, ഒരു മെൻഡിക്കൻ്റായിട്ട്, ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു സന്യാസിയായിട്ട് അവനിങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ നടന്നു പോകും. അവൻ്റെ ആദ്യത്തെ യാത്ര റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ല. ആരെങ്കിലും ഭിക്ഷ കൊടുക്കുന്നത് ഭക്ഷിക്കും, മരച്ചുവട്ടിൽ കിടക്കും, ഉറങ്ങും. അങ്ങനെ ദിവസങ്ങളോളം ഒരു യാത്ര കഴി വീണ്ടും പോകും. വസ്ത്രം മാറാനില്ല. അങ്ങനെ വസ്ത്രമെല്ലാം മുഷിഞ്ഞു. അപ്പോൾ ആളുകൾ കാണുമ്പോൾ അവനെ കല്ല് പെറുക്കി എറിയും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സ്നേഹിക്കും, ഈശോ സ്നേഹിക്കുന്നു പറയും. ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഇവൻ വരുന്ന സമയത്ത് എല്ലാ ദിവസവും അദ്ദേഹത്തെ പിടിച്ചിട്ട് ഭയങ്കര ഇടിയും മുഖത്ത് തുപ്പ് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, വഴിമാറി വേണേ പോകാം. പക്ഷേ ജോസഫ് ലാബ്രയ്ക്ക് എന്ത് ചെയ്യുന്നറിയാവോ, ആ വഴിക്ക് തന്നെ പോകും. എന്നിട്ട് അതെല്ലാം മേടിക്കും, ഇടിയെല്ലാം മേടിക്കും. അങ്ങനെ പോയി ഒരു ദിവസം അവൻ ഒരു പള്ളിയുടെ, ഒരു തീർത്ഥാടനം നടത്തുമ്പോൾ ഒരു പള്ളിയുടെ സ്റ്റെപ്പ് കയറുമ്പോൾ അവിടെ അവൻ കുഴഞ്ഞു വീണ് മരിക്കും. ആ മരിച്ചതിൻ്റെ കാരണം എങ്ങനെയാണ് പറയുന്നത്, അവന് ഭയങ്കര അമിതമായ ക്ഷീണം, യാത്രയുടെയും അതിൽ ഭക്ഷണത്തില്ലായ്മയുടെയും പോഷകക്കുറവുമാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എന്താണെന്നറിയാമോ, മരിച്ച ഉടനെ ആ തെരുവിലേക്ക് യുവാക്കൾ ഇറങ്ങിയിട്ട് വരികയാണ്, വിശുദ്ധൻ മരിച്ചു എന്ന് ജയ് വിളിച്ചുകൊണ്ട് ആളുകൾ ഓടുകയാണ്. എന്നിട്ട് എന്താ പറയുക, മരിച്ച് 3 മാസം തികയുന്നതിന് മുമ്പ് 136ഓളം അത്ഭുതങ്ങൾ ഈ വിശുദ്ധൻ്റെ ഖബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ ഒരു ഭിക്ഷ യാചിക്കുന്ന സന്യാസിയായി നടന്നപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് ഭക്ഷണം കൊടുത്തോ? ആരെങ്കിലും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചോ? ഏറും അടിയും കുത്തും വഴക്കും കളിയാക്കലും കുത്തുവാക്കുകളും കേട്ടു. അപ്പോഴെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ സ്നേഹിച്ച് നടന്നു നീങ്ങി തീർത്ഥാടനങ്ങൾ പള്ളികൾ കയറി ഇറങ്ങി നടന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ജനത്തെ ഉണർത്തി. അവരെ പറയാണ്, ഇതാ ഒരു വിശുദ്ധൻ മരിച്ചു എന്ന് പറയാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആ മനുഷ്യനെ, ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു ആത്മാവിൻ്റെ അഭിഷേകം അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ എത്രയോ ആളുകളുണ്ടായിരുന്നു. പക്ഷേ കർത്താവിനെ സ്നേഹിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരനെ കർത്താവ് കണ്ടു. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല. ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ? അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു സംശയമുണ്ട്. എന്നെ കർത്താവ് കാണുന്നുണ്ടോ? എന്നെ അറിയുന്നുണ്ടോ? എൻ്റെ വേദന കാണുന്നുണ്ടോ? എല്ലാം കർത്താവ് അറിയുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ കണ്ണുനീരും ദുഃഖങ്ങളും കർത്താവിനും അറിയാം. കർത്താവ് നിങ്ങളെ മാറ്റി നിർത്തുന്നല്ല. തക്ക സമയത്ത്, നമ്മുടെ ആവശ്യ സമയത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എസെക്കിയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാമത്തെ ലിഖിതം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 2:6, മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം, തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം. എന്നാൽ നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട്
പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഏറ് കിട്ടിയപ്പോൾ, കളിയാക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടില്ല. മുള്ളുകളുടെ മേലെ ഇരിക്കേണ്ടി വന്നു, സഹനത്തിന് മേലെ ഇരിക്കേണ്ടി വന്നു. ഈ വിശുദ്ധൻ എന്ത് ചെയ്തു? ഒരു ഭയം ഉണ്ടായില്ല. അവൻ മുമ്പോട്ട് പോയി കർത്താവ് കൊടുത്ത വെളി അനുസരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അവനെ കണ്ടു അനുഗ്രഹിച്ചു. കൊളോസ്സോസ് ലേഖനത്തിൽ 3-ാം അധ്യായം 25-ാമത്തെ ലിഖിതം, തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും, അക്കാര്യത്തിൽ മുഖനോട്ടമില്ല. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുന്നതോടൊപ്പം നാം പാപം ചെയ്യുകയും ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവത്തെ നിഷേധിക്കുകയും കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവ് ശിക്ഷിക്കും. അല്ലാതെ കർത്താവ് ആരുടെയും മേൽ ഒരനർത്ഥവും വരുത്തി വെക്കുകയില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അവിടുന്ന് മുഖം നോക്കാതെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ മുഖത്തോട്ടമില്ല. ഇതാ ഇന്ന് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ എല്ലാ സങ്കടങ്ങളും കണ്ട് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പല രോഗികളായിട്ടുള്ളവരുണ്ട്, കടബാധ്യതക്കാരുണ്ട്, ജോലിയും അതുപോലെ ഒന്നും മുമ്പോട്ട് ചെയ്യാൻ പറ്റാതെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുന്ന, പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. എന്തെല്ലാം സങ്കടങ്ങളാണ്, അതെല്ലാം കർത്താവിന് സന്നിധി സമർപ്പിക്കുക. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നിങ്ങൾ കാണണം. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണണം. ഈ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തി, എത്രമാത്രം സങ്കടത്തിലാണോ, എത്രമാത്രം വേദനയിലാണോ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇതാ നിങ്ങൾ പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ തിരുവോസ്തി കാണുന്നു ഞാൻ, ഈശോയെ നിൻ ദിവ്യ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ തിരുവോസ്തി രോഗികൾ വിളിക്കുക, കാണുന്നു ഞാൻ, കടബാധിതർ വിളിക്കുക. നിൻ ദിവ്യരൂപം എല്ലാവരും കൊച്ചു ജീവിതം പാലിക പാലന്മാർ, യുവതിയുവാക്കന്മാർ വിളിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച് സൗഖ്യം പ്രാപിക്കട്ടെ. ചേർന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ ചങ്ക് തുറന്ന് വിളിക്കുക. എല്ലാവരും കണ്ണുനീരൊപ്പുന്ന ഈശോ. ആരാധന 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 എല്ലാം സമർപ്പിക്കുക. ആരാധന